This video is the continuation of striated muscles. Next is about myofilaments and muscle proteins. Striated muscles and myofilaments muscle proteins Striated muscles and myofilaments and they are thick, thin and elastic. They are formed of contractile, globular and fibrous proteins. Thick filaments form cheydirikkunna protein aanu myosin, and thin filaments are formed mostly by actin, and elastic filaments form cheydirikkunnathu titin ennu parnoru protein aanu. Titin protein is long, thin, coiled and spring-like protein. Thick filaments form cheydirikkunna protein myosin aayathukondu thick filaments are also called myosin filaments, and thin filaments are called actin filaments, and elastic filaments are called titin filaments. Thin filaments actin allade കാണുന്ന രണ്ട് proteins ആണ് troponin and tropomyosin. Myosin filaments actin filaments ആയിട്ട് ലിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ക്രോസ് ബ്രിഡ്ജസ് ഉണ്ട്. And here is the arrangement of myofilaments. ഇതാണ് myosin filament and this one is actin filament. Actin filaments myosin filaments separate ആയിട്ട് alternate bundles in the formula arrange ചെയ്തിരിക്കുന്നത്. But at some points, actin filaments from the two sides overlap the myosin filaments and interlock with them. Actin filaments എന്ന് പറയുന്നത് അത് എക്സ്റ്റെൻഡ് ചെയ്ത് കിടക്കുന്നത് Z ലൈനിൻ്റെയും H സോണിൻ്റെയും ഇടയിലായിട്ടാണ്. So actin filaments extend between the boundary of the H zone and the boundary of Z line. On the other hand, myosin filaments extend between the two boundaries of the same A band. A bandന്റെ സെയിം ബൗണ്ടറിയിലാണ് myosin filaments എക്സ്റ്റെൻഡ് ചെയ്ത് കിടക്കുന്നത്. സോ ഐ ബാൻഡ് നോക്കുകയാണെങ്കിൽ അവിടെ ആക്റ്റിൻ ഫിലമെന്റ്സ് മാത്രമേ പ്രസന്റ് ആയിട്ടുള്ളൂ. ആൻഡ് ഇൻ ദ എച്ച് സോൺ ഓഫ് ദ എ ബാൻഡ് ഓൺലി മയോസിൻ ഫിലമെന്റ്സ് ആർ പ്രസന്റ്. എച്ച് സോൺ എടുക്കുകയാണെങ്കിൽ എ ബാൻഡിന്റെ എച്ച് സോൺ എടുക്കുകയാണെങ്കിൽ അവിടെ മയോസിൻ ഫിലമെന്റ്സ് മാത്രമേ പ്രസന്റ് ആയിട്ടുള്ളൂ. എ ബാൻഡിൽ എച്ച് സോണിന്റെ സൈഡിലായിട്ടാണ് ആക്റ്റിൻ ആൻഡ് മയോസിൻ ഫിലമെന്റ്സ് ഓവർലാപ്പ് ചെയ്യുന്നത്. Now about the chemistry of skeletal muscles. Nearly 75 to 80% of skeletal muscles is formed of water. Water കഴിഞ്ഞിട്ട് the remainder consists of proteins, lipids, glycogen and inorganic ions. Skeletal muscles different types of muscle proteins ഉണ്ട്. Nearly 20% of them consist of collagen and elastin. Collagen and elastin ആണ് muscle fibers തമ്മിൽ ബൈൻഡ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. And another 20% includes enzymatic proteins. Muscle contraction വേണ്ടിയിട്ടുള്ള biochemical reactions നടത്താൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് enzymatic proteins. And the remaining muscle proteins include myosin, actin, titin, troponin and tropomyosin. And they are actively involved in muscle contraction. ഇതിൽ മയോസിന് മാത്രമാണ് enzymatic ATPase activity ഉള്ളത്, while the others have no ATPase activity. വേർട്ടബ്രേറ്റ്സിന്റെ മസിലിൽ പ്രസന്റ് ആയിട്ടുള്ള ഒരു ഹൈ എനർജി ഫോസ്ഫേറ്റ് കോമ്പൗണ്ട് ആണ് ക്രിയാറ്റിൻ ഫോസ്ഫേറ്റ് ഓർ ഫോസ്ഫോക്രിയാറ്റിൻ. ഇറ്റ് ഈസ് പ്രസന്റ് ആസ് ആൻ എനർജി റിസർവോയർ. ബട്ട് ഇൻ ഇൻവേർട്ടബ്രേറ്റ്സ് മസിൽ ക്രിയാറ്റിൻ ഫോസ്ഫേറ്റിന് പകരമുള്ള ഫോസ്ഫേറ്റ് കോമ്പൗണ്ട് ആണ് ആർജിനിൻ ഫോസ്ഫേറ്റ്. ദെൻ മസിൽസിലുള്ള ഇനോർഗാനിക് അയോൺസ് ആണ് കാൽഷ്യം, മെഗ്നീഷ്യം ആൻഡ് പൊട്ടാഷ്യം. ഒരു മസിൽ ഫൈബർ അതിൻ്റെ റെസ്റ്റിംഗ് കണ്ടീഷനിൽ അതിൻ്റെ സാർക്കോപ്ലാസ്മിക് റെറ്റിക്കുലം കാൽഷ്യം സ്റ്റോർ ചെയ്ത് വെക്കും. സോ ഈ റെസ്റ്റിംഗ് മസിൽ ഫൈബർ സ്റ്റിമുലേറ്റഡ് ആയി കഴിയുമ്പോൾ, അതായത് കോൺട്രാക്ഷൻ നടക്കാൻ വേണ്ടിയിട്ട് സ്റ്റിമുലേറ്റഡ് ആയി കഴിയുമ്പോൾ സാർക്കോപ്ലാസ്മിക് റെറ്റിക്കുലം റിലീസസ് ദിസ് സ്റ്റോർഡ് കാൽഷ്യം. ഇങ്ങനെ കാൽഷ്യം റിലീസ് ചെയ്യുമ്പോൾ എൻസൈം ATPaseനെയൊക്കെ ആക്ടിവേറ്റ് ചെയ്തിട്ടാണ് ഇറ്റ് ഇനീഷ്യേറ്റ്സ് മസിൽ കോൺട്രാക്ഷൻ. സോ കാൽഷ്യത്തിൻ്റെ റിലീസാണ് മസിൽ കോൺട്രാക്ഷനെ ഇനീഷ്യേറ്റ് ചെയ്യുന്നത്. ദെൻ മെഗ്നീഷ്യം അയോൺസും മസിൽ കോൺട്രാക്ഷനും റിലാക്സേഷനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ബട്ട് ദേ ഡു നോട്ട് ഇനീഷ്യേറ്റ് കോൺട്രാക്ഷൻ. ആക്റ്റിൻ ആൻഡ് മയോസിൻ്റെ
നോർമൽ ഫിസിക്കൽ ആൻഡ് ഫിസിയോളജിക്കൽ സ്റ്റേറ്റ്സ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് പൊട്ടാഷ്യം അയോൺസ്.